മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. നിലമ്പൂർ ഡിസാറ്റ് കോളേജിന്റെ കെട്ടിട ഉദ്ഘാടനം മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പെരുന്നേടം നിർവഹിച്ചു. ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പ്രശംസനീയമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വാണിജ്യ താൽപര്യങ്ങൾക്ക് അപ്പുറം സമൂഹത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനാലാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥികളുടെ കഴിവിന് അനുസരിച്ചുള്ള കോഴ്സുകൾ നൽകി അവർക്ക് ജോലി ഉറപ്പു നൽകുകയാണ് ലക്ഷ്യം. രാജ്യത്ത് ക്രൈസ്തവ സമൂഹങ്ങൾക്കുൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ നേട്ടമാണ്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റേത് എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും പഠിക്കാൻ അവസരമൊരുക്കുന്നതിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലരും ഇത് വിസ്മരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരളത്തിൽ ജോലിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ തുടങ്ങണം. കോഴ്സുകൾ പൂർത്തിയാക്കി വരുന്നവർക്ക് ജോലിക്കും അവസരമുണ്ടാവണം. ഇതിന് തമിഴ്നാടിനെ കണ്ടുപഠിക്കണം. കേരളത്തിലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പല വികസനങ്ങളും മുടങ്ങിയത് അനാവശ്യ സമരങ്ങൾ കൊണ്ടാണെന്നും മാർ ജോസ് പെരുന്നേടം പറഞ്ഞു. കോളേജിന്റെ കൂദാശ കർമ്മവും മാർ ജോസ് പെരുന്നേടം നിർവഹിച്ചു. വിൻസെൻഷ്യൽ സഭ സുപ്പീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിങ്കര അധ്യക്ഷത വഹിച്ചു. ഡിസാറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡൈസൺ വെട്ടിയാടൻ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ഫാദർ പോൾ പുതുവ, ഫാദർ ജോണി മംഗലത്ത്, ഫാദർ ജെയിംസ് കോക്കണ്ടത്തിൽ, അഡ്വക്കേറ്റ് ടോം തോമസ്, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത്, CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കൌൺസിലർ ബിന്ദു മോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.